ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ മറ്റൊരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കേക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് ടീൻ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ തൂകിയിട്ട് നമ്മളതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കേക്ക് ടീൻ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം ഒരരിപ്പ വെച്ച് കൊടുത്തിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഹീപ്ഡ് ആയിട്ട് തന്നെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത പൊടികളൊക്കെ ആദ്യം നല്ലതുപോലെ ഒന്ന് അരിപ്പയിലിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാ പൊടികളും എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം. എന്നാലാണ് നമ്മളുടെ ആ കേക്കിന് നല്ലൊരു ഫ്ലഫിനെസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേയും 2-4 റെസിപ്പീസ് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാ പൊടികളും നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടികൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ടയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 മുട്ട ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ല വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ വിസ്കോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5-10 മിനിറ്റോളം നല്ലതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി. ആ മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം. അത്രയേ ഉള്ളൂ നമ്മളുടെ ആവശ്യം. അപ്പോൾ നമ്മളുടെ മുട്ട നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗ്രാന്യൂൾസ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ലതുപോലെ മിക്സായി പൊക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കളർ തന്നെ ജസ്റ്റ് ഒരു ക്രീമിഷ് കളറായിട്ട് മാറും. അതുവരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ യെല്ലോ കളർ മാറിയിട്ട് അതൊരു ക്രീം കളറായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വനില എസൻസ്, ആ മുട്ടയുടെ ഒരു വാസനയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വനില എസൻസ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് 1-2 സെക്കൻഡ് കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പാറ്റുലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ഇങ്ങനെ പഞ്ചസാരയൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതായത് ആ ഓയിൽ അതിൽ മിക്സ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓയിൽ ഒഴിച്ചിട്ട് അധികം നേരം അതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാറ്റുല വെച്ചിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1-2 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട്. അതല്ല ബീറ്റർ ഇല്ല വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ സ്പാറ്റുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ലാസ്റ്റ് ആ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒന്ന് ചെറിയതായിട്ടൊന്ന് തിക്കായിട്ട് വരും. കുറച്ച് കട്ടിയുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ അതിൽ മിക്സായി വന്നപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. പക്ഷേ നമ്മുടെ ബാറ്റർ നല്ല തിക്കിലാണ് വന്നിരിക്കുന്നത്. ബാറ്റർ തിക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറയും. ബാറ്റർ എപ്പോഴും ലൂസായിട്ട് തന്നെ ഇരിക്കണം. എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഓരോ സ്പൂൺ വെച്ച് ആഡ് ചെയ്ത് നോക്കണം ഏകദേശം എത്ര വരും എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 4 ടീസ്പൂണോളം പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് 2 ടീസ്പൂണോളം ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വരും. ഞാനിവിടെ 4 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഫോമിലൊന്ന് വന്നത്. ആ ഒരു ബാറ്റർ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു 4 ടീസ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് പാൽ എന്തായാലും നമ്മൾക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും.
ഇനി ഇതിലേക്ക് പാലെന്നെ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഒരു 4 ടീസ്പൂണോളം ഇളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ റിബൺ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ശരിക്കും ബേസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഏത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്ന കേക്ക് ആണെങ്കിൽ കൂടി നമ്മൾ ബേസ് ആയിട്ട് വെക്കുന്ന ചോക്ലേറ്റ് കേക്ക് ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിൽ ക്രീമൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ടിന്നിലേക്ക് മാറ്റിയിട്ട് ടിന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് അതൊന്നിലൊന്ന് ഇങ്ങനെ ഇതുപോലെ വരഞ്ഞു കൊടുത്താലും മതി. അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓവൻ സെറ്റപ്പായിട്ട് നമ്മൾ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാത്രം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 40 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മളുടെ ഈ കേക്ക് കറക്റ്റായിട്ട് ആയിട്ട് വരും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ അതുമൊന്നും ആയിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മളിത് കേക്ക് എടുത്തിട്ടുണ്ട്, ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ആ ടിന്നിൽ നിന്ന് കേക്ക് ഒന്ന് എടുത്ത് നോക്കാം. അത് ശരിക്കും തന്നെ ഓട്ടോമാറ്റിക്കലി വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ കൂടി സൈഡൊന്നും ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, കേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ ബാക്കിൽ ആ ബേക്കിംഗ് പേപ്പർ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനി ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു ടെക്സ്ചറിൽ നമ്മളുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കേക്കാണ് നമ്മൾ എന്ത് ഐസിങ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുന്ന. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിലൊക്കെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ബേസായി വെക്കുന്നത് ഈ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോവും. നല്ല ഫ്ലഫിനെസ് ആയിട്ട് ഉള്ളിൽ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ല മോയ്സ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാകത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ചോക്ലേറ്റിനോട് പൊതുവേ ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കേക്കുകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടം കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുള്ളാന്ന് തോന്നുകയും ചെയ്യും ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ.